ബംഗാളിൽ BJPക്ക് വലിയ വിജയം സ്വന്തമായതോടുകൂടി തന്നെ കലി പൂണ്ടിരിക്കുകയാണ് TMC. അവരുടെ ഗുണ്ടകൾ പ്രധാനപ്പെട്ട നേതാക്കളെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവരെ കിട്ടാത്തത് കൊണ്ട് അവരുടെ തൊട്ടടുത്ത അനുയായികളെ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അത് തന്നെയാണ് കൊടുക്കുന്നത്. നേതാക്കളെ അടക്കം വകവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി TMC ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ മമത ശരിക്കും ഹാലിളകിയിരിക്കുകയാണ്. കാരണം അവർ സമ്മതിക്കുന്നില്ല. ഞാൻ തോറ്റു, പരാജയം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർക്ക് ഗവർണറെ കാണുന്നില്ല, രാജി കൊടുക്കുന്നില്ല. ഇവിടെ മുഴുവൻ തിരിമറിയാണ് നടക്കുന്നതെന്ന് പറയുന്നു. അവരല്ലേ അധികാരത്തിലിരുന്നിരുന്നത്. അപ്പോൾ എങ്ങനെ തിരിമറി വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും? സുവേന്ദു അധികാരി ഉണ്ടല്ലോ, അതായത് മമതയ്ക്കെതിരെ മത്സരിക്കുകയും ഭവാനിപ്പൂരിൽ നിന്ന് വിജയിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ PA, ചെറുപ്പക്കാരനായ ഒരു വ്യക്തി. അദ്ദേഹമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. എല്ലാ ഇലക്ഷൻ വിജയത്തിനും പുറകിൽ അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമവും അദ്ദേഹത്തിൻ്റെ അനലിറ്റിക്കൽ കപ്പാസിറ്റിയും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിനെ പോയിന്റ് ബ്ലാങ്കിലാണ് കൊന്നത്. നമ്മളതിൻ്റെ വീഡിയോ രാവിലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ടഫൻ ഗ്ലാസ്സുകളാണല്ലോ കാറിൻ്റെ സൈഡിലൊക്കെ വരുന്നത്. 2 ബൈക്കേഴ്സ് വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് പോയി മുമ്പിൽ ക്രോസ് നിർത്തിയിട്ട് പോയിന്റ് ബ്ലാങ്കിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓൺ ദ സ്പോട്ട് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകൻ വല്ലാത്ത ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനും പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, 3ഉം 4ഉം കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു. അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആദ്യത്തെ കൊലപാതകമല്ല. ഇലക്ഷൻ റിസൾട്ട് വന്ന് BJP അധികാരത്തിൽ വന്നു എന്നറിഞ്ഞതിന് ശേഷം വെറി പൂണ്ട മമതയുടെ എല്ലാമായ പുതിയ മുഖ്യമന്ത്രി എന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്ന അവരുടെ മരുമകനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ ആക്രമണങ്ങളും നടക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞവണയും TMC അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ BJP പ്രവർത്തകരായ വനിതകളെ ഉൾപ്പെടെ എന്തുമാത്രം ദ്രോഹമാണ്. എനിക്കിത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആ സമയത്ത് അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിയാണ് മഹിളാ മോർച്ചയുടെ. അവിടെ നിന്ന് വരുന്ന അഗ്നിമിത്ര പാൽ എന്നൊക്കെ പറയുന്ന MLA ആണ്. ഇത്തവണയും മാഡം ജയിച്ചിട്ടുണ്ട്. അഗ്നിമിത്രയൊക്കെ പറയുന്നത് കേൾക്കണം. നമ്മുടെ തുണി ഉരിഞ്ഞാണ് ജനക്കൂട്ടത്തിൻ്റെ നടുക്ക് നിർത്തി നമ്മളെ മർദ്ദിക്കുന്നത്, സ്ത്രീകളെ. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങളെങ്ങനെ മമത എന്ന് പറയുന്നത്? ഒരു മമതയില്ലാത്ത സ്ത്രീയല്ലേ അവരെങ്ങനെ ദീദിയാവുന്നേ? അവരൊരു ദാതയല്ലേ? നിങ്ങൾ മമതാ ദീദി എന്ന് പറയാണ്ടിരിക്കൂ അഗ്നിമിത്രാജി എന്ന് ഞാൻ എപ്പോഴും ബംഗാളിൽ നിന്ന് വരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരോട് പറയാറുണ്ട്. ഇത്രമാത്രം ക്രൂരമായൊരു മനസ്സിൻ്റെ ഉടമയാണ് അവരെന്ന് പറയണം. മാത്രമല്ല പ്രിയൻ, ഇവർ തന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് ആദ്യമായിട്ട് ഒരു CM വന്ന് വാദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചെയ്തല്ലോ. അതിനെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ വ്യാജമായ എല്ലാ രേഖകളും കൊടുത്ത്, അതിൽ കേരളം ഒട്ടും പുറകിലല്ല കേട്ടോ. ഇവിടെയുള്ള അതിഥി തൊഴിലാളികൾക്ക് മുഴുവനും 2ഉം 3ഉം ഐഡൻറ്റിറ്റി കാർഡുണ്ട്. ഞാൻ കൗൺസിലറായിരുന്ന സമയത്ത് റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് സംശയം തോന്നുന്ന ആൾക്കാരോടൊക്കെ കൗൺസിലർ എന്ന നിലയിൽ ചോദിക്കാമല്ലോ, ഭയ്യ ദിഖായി എന്ന് പറയുമ്പോൾ അവർ മൊബൈലിൽ നമ്മളെ ഇതായിട്ട് ഹാർഡ് കോപ്പി ആയിട്ട് കാണിക്കില്ല. അതിൽ നമുക്കൊന്നും വായിക്കാനും പറ്റില്ല. ഇപ്പോൾ പ്രിയനാണെങ്കിൽ അത് ആരുടെയും മുഖമാകാം, പ്രിയനാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ കാർഡുകളൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത്. കേരളവും കുപ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അങ്കമാലിയിലും ഈ പറയുന്ന നമ്മുടെ പെരുമ്പാവൂര്, ആലുവയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിലെല്ലാം എവിടത്തെ എന്താണ് ആധാർ കാർഡും കിട്ടും. ഇപ്പോൾ ആധാർ കാർഡിന് SIR വന്നാൽ വലിയ വാലിഡിറ്റി ഉണ്ടാവില്ല എന്ന് കേൾക്കുന്നത്. പലരും ഇലക്ഷൻ്റെ സമയത്ത് ആധാർ കാർഡുമായിട്ട് പോയിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നും എന്നോട് പറഞ്ഞു. SIRൽ അവരുടെ പേര് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. ഇവിടെയുള്ള ബംഗ്ലാദേശികളായിട്ടുള്ള എന്താണ് കോടിയുടെ അടുത്ത് വരുന്നതാണ് പറയുന്നത് ബംഗാളിലൊക്കെ. അവർക്കൊക്കെ തിരിച്ചു പോകേണ്ടി വരും. ആ സാഹചര്യത്തിൽ അവർ തുറന്നു വിട്ടിരിക്കുന്ന ഒരു അരാജകത്വം, അതാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത്. നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്, ആൾക്കാർ ബംഗ്ലാദേശ് മുള്ളുവേലി കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട് തിരികെ പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഹൗറ പാലത്തിൻ്റെ മുകളിൽ വളരെ ആഹ്ലാദഭരിതരായിട്ട് ബംഗാളികൾ, സ്വദേശികൾ അവിടെ കിടന്ന് ആഹ്ലാദ പ്രകടനം നടത്തുന്നു. ഇനി അവരെ പേടിക്കാണ്ട് ജീവിക്കാമല്ലോ. പ്രിയൻ, ഞാൻ കൗൺസിലറായിരുന്ന സമയത്ത് ഒരിക്കൽ കൗൺസിൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് രോഹിംഗ്യൻ മാത്രം പറഞ്ഞു. നമ്മുടെ കേരളത്തിലും ഉണ്ട് രോഹിംഗ്യന്മാരെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയൻ, എന്നെ അവർ കൊന്നില്ല എന്നുള്ളൂ CPMകാർ. ഞാൻ രോഹിംഗ്യൻ മുസ്ലിം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം റീവൈൻഡ് ചെയ്യണം, ഞാൻ രോഹിംഗ്യൻ എന്ന് മാത്രമേ പറഞ്ഞു. രോഹിംഗ്യൻ മുസ്ലിങ്ങളാണ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല മുസ്ലിം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് അവർ പറയാൻ ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞു
പറഞ്ഞു എന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ഡെസ്കിലടിച്ച് ബഹളം. എന്തുമാത്രം ഭീതിതമായ അവസ്ഥയാണ് കൗൺസിൽ ഉണ്ടാക്കാമെന്നറിയാമോ? നമ്മൾ പറയാത്ത കാര്യങ്ങൾ പോലും നമ്മളുടെ നാക്കിലേക്ക് വെച്ച് നമ്മൾ കൗൺസിൽ നിർത്തുകയാണ്. അപ്പോൾ ആ ടോപ്പിക്ക് തീർന്നില്ലേ? ഏതൊരു സ്ത്രീ ആണെങ്കിലും പേടിച്ചവയ്ക്കും. ഞാൻ അവിടെ നിന്നു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ക്യാമറ റീവൈൻഡ് ചെയ്ത് കാണിക്കണം, ആ വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, മുസ്ലിം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, രോഹിംഗ്യൻ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന്. പിന്നെ ഒരു 10 മിനിറ്റ് അടിയിടിയും തൊഴിൽ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി സ്ത്രീ ഇരിക്കൂല എന്ന്. അപ്പോൾ അവരവിടെ ഇരുന്നു. അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അനിൽ, ബിഗ് ബ്രോ അനിലും ലിറ്റിൽ സിസ്റ്റർ ആര്യയുമായിരുന്നല്ലോ, രണ്ടുപേരും ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ബംഗാളിൽ മമത പറയണു ഞങ്ങളല്ല ഇത് ചെയ്തത്, അതുകൊണ്ട് CBIയുടെ അന്വേഷണം വേണമെന്ന് പറയുന്നു. BJPക്കാർ പറഞ്ഞു പിന്നെ വേറെ ആര് ചെയ്യും? ഞങ്ങൾ ജയിച്ച് ഇവിടെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ തന്നെ മുഖമായ ഈ ഇദ്ദേഹത്തിൻ്റെ സുവേന്ദു അധികാരിയുടെ PA ഞങ്ങളെ കൊല്ലുമോ? അപ്പം നിങ്ങളീ പറയുന്നതിൽ എന്താണ് ലോജിക്ക് എന്നാണ് അവരും ചോദിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. ഞാൻ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ കഴിയുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ ബംഗാളിൽ ഇപ്പം 3-4 പേര് മരണപ്പെട്ടു എന്ന് പറയുന്നു. അതിൻ്റെ കൃത്യമായ കണക്കുകൾ വരണമെങ്കിൽ അമിത്ഷാജി അവിടെ പോയിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിനെ പോലെ വളരെ കൃത്യമായിട്ടും ക്വിക്കായിട്ടും ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ആളുകൾ വരണം. മമത ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ അവരവിടെ ഇരുന്നോട്ടേന്നെ, അവരൊരു ബംഗാളി സ്ത്രീ തന്നെ. ചന്ദ്രനാഥ് രത്നയുടെ രക്തത്തിന് ഉറപ്പായിട്ടും പകരം ചോദിക്കും ജനങ്ങൾ. പക്ഷെ അത് ഈ പറയുന്ന കലാപ രീതിയിലായിരിക്കില്ല. പ്രത്യേകം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് കലാപത്തിനൊരു ആഹ്വാനം പല കോണിൽ നിന്നും ഉണ്ടാവും. നമ്മളൊരു മാറ്റമേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ വളരെ ഡിലിജൻ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കലാപങ്ങൾ ഉണ്ടാവും, നമുക്കെതിരെ കലാപങ്ങൾ ഉണ്ടാവും. ഇത് കലാപത്തിന് വേണ്ടിയുള്ള മാറ്റമല്ല. ഈ മാറ്റം വന്നിരിക്കുന്നത് നല്ലൊരു മാറ്റത്തിന് വേണ്ടിയാണ്. ബംഗാളികൾക്കും മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്ന പുരോഗതി അവിടെയും വരണം. അതിനു വേണ്ടിയാണ് ബംഗാളിലുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഒരു എക്സിറ്റ് പോളും ഇത്രയും പറഞ്ഞില്ല. പ്രിയൻ ഓർക്കുന്നുണ്ടോ? ഒരു എക്സിറ്റ് പോളും ഇത്രയും അധികം 206 സീറ്റിന്. അതുപോലെ മമതയ്ക്ക് ഇത്രയും കുറവ് വോട്ട് വരുമെന്നും ഒരു ഇതിലും പറഞ്ഞില്ല. കോൺഗ്രസിന് എന്തുണ്ട് അവിടെ? CPMന് എന്തുണ്ട് അവിടെ? എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ ഈ മമതയാണെങ്കിൽ പോലും അവരുടെ ആ ഒരു കുനിഷ്ഠ ബുദ്ധിയിലാണ് നടക്കണതെന്ന് പറയണം. കുറച്ച് നാളത്തേക്കും കൂടെ കടിച്ചു തൂങ്ങി കിടക്കാമല്ലോ. ഇപ്പോൾ തന്നെ അവരുടെ വീടിന് മുമ്പിലുള്ള സെക്യൂരിറ്റിയൊക്കെ പിൻവലിച്ചിരിക്കുന്നു. അവരുടെ മരുമകൻ്റെ മുമ്പ് സെക്യൂരിറ്റി മുഴുവനും പിൻവലിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പറയാമല്ലോ, എന്നെ രാഷ്ട്രപതി പിരിച്ചുവിട്ടതാണെന്ന് പറഞ്ഞാൽ അതൊരു സഹതാപ തരംഗം ഉണ്ടാക്കാമല്ലോ. എന്ത് സഹതാപം? ഒരു ഒരു യുവാവിനെ വെടിവെച്ച് കൊന്ന ഒരു വനിത, അവരിപ്പോഴും കെയർടേക്കർ മുഖ്യമന്ത്രി തന്നെയാണ്. അവർ മുഖ്യമന്ത്രി അയക്കുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പ്രതിയോഗിയുടെ അല്ലെങ്കിൽ അഥവാ അടുത്ത മുഖ്യമന്ത്രി ആവേണ്ട വിശ്വസ്തനെ, മുഖ്യമന്ത്രി ആവേണ്ട അദ്ദേഹത്തിന്റെ വിശ്വസ്തനെ ഇവർ കൊന്നിരിക്കുന്നത്. ചന്ദ്രനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഉജ്ജ്വലനായ ഒരു നേതാവാണ്. അടുത്ത 2ാം നിരയിലുള്ള നേതാവാണ്. അദ്ദേഹം ചെറുപ്പക്കാരനാണ്. അവിടുത്തെ യുവാക്കളുടെ എല്ലാം വലിയ ആവേശമാണ്. ഇലക്ഷൻ മൈൻഡ് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ വിരിഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് പല പോയിന്റുകളും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല സീറ്റുകളും നമുക്ക് ജയിക്കാനായത്. ഇദ്ദേഹത്തിന്റെ ചന്ദ്രകാന്തിന്റെ ഒരു ഇതുകൊണ്ടാണ് ജയിക്കാൻ പറ്റുന്നത്. ചന്ദ്രനാഥിനെ പോലെ നേതാവിനി അവിടെ ഉണ്ടാകുമോ എന്നുള്ള ഭയം ദീദിക്കുണ്ട്, ഈ പറയുന്ന മമതയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ തീർത്ത് കളഞ്ഞത്. ആ നേതാവ് വന്ന് ഇനി ഇതുപോലൊരാളെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നിലനിൽപ്പില്ല TMCക്ക് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അതിൻ്റെയൊക്കെ വിഷ്വലൊന്ന് കാണുമ്പോഴേ പറ്റും നമുക്ക് മനസ്സിലാവില്ല എത്രമാത്രം ചങ്കുറപ്പോട്. നമ്മുടെ ഇന്ദിരാഗാന്ധിയെ കൊന്നില്ലേ പോയിന്റ് ബ്ലാങ്കിൽ, അവരുടെ തന്നെ കാവൽക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൊന്നത്. ഇത് കാവൽക്കാരാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പോയിന്റ് ബ്ലാങ്കിൽ പുറകെ നിന്ന് വന്നിട്ട് കാറൊന്ന് സ്ലോ ചെയ്യുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്ത് കുറുകെ വെച്ചിട്ടാണ് കൊല്ലുന്നത്. അപ്പോൾ അവർക്ക് ഞങ്ങളെ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ എന്താ വന്നിരിക്കുന്നത്. മമത അതിന് എത്ര കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ പ്രിയൻ പറയുകയാണെങ്കിൽ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് വ്യക്തമായൊരു മാറ്റം ഉണ്ടാവും. ഇതൊന്നും വച്ച് പൊറുപ്പിക്കില്ല. അവർക്ക് മനസ്സിലായി റോന്ത് ചുറ്റിക്കൊണ്ട് CRPFും അല്ലെങ്കിൽ അതുപോലെയുള്ള അതിർത്തി സംരക്ഷണ സേനകളൊക്കെ അവിടെ ഉണ്ടാകും. പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ തന്നെ നമുക്ക് ബോർഡറിൽ വേലി കെട്ടാനുള്ള സ്ഥലം ഇവർ വിട്ടുകൊടുക്കാഞ്ഞിട്ടാണല്ലോ. കഴിഞ്ഞ തവണ ഞാൻ ബംഗാളിൽ പോയപ്പോൾ എൻ്റെ ഗൈഡ് എന്നോട് പറയുന്നത്, മാഡം അങ്ങോട്ടേക്ക് ആലോചിക്കട്ടോ, അത് ബംഗ്ലാദേശായിന്ന്.
നമ്മൾ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഈ എയ്ഡ് പോസ്റ്റോ അങ്ങനെയൊക്കെ നമ്മൾ കാണുമല്ലോ, അല്ലെങ്കിൽ ഒരു വേലിയോ ഒന്നും കാണില്ല. അതൊന്നും ഇവിടെ ഇല്ല. ഒരു കല്ല് അവിടെ കണ്ടില്ലേ, ഇത്ര ഒരു കല്ല്, ആ കല്ല് കണ്ടില്ലേ, ആ കല്ലിൻ്റെ അപ്പുറത്ത് ബംഗ്ലാദേശാണ്. അപ്പം എന്ത് സൗകര്യമാണ് അവർക്ക് വരാനും പോകാനും. നമ്മളുടെ രാജ്യത്തെ ടെററൈസ് ചെയ്യുന്നു അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വൈര്യ ജീവിതത്തെ തകർക്കുക. ഇതിന് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടും മമതയ്ക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ബംഗ്ലാദേശിൽ നിന്ന് മാത്രമല്ല, ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയിലെ ഭരണം അസ്ഥിരപ്പെടുത്തുവാനുള്ള തീവ്രമായ ഒരു ശ്രമത്തിൻ്റെ ഫലമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുവഴിയാണ് എല്ലാ സ്ഥലത്തേക്കും ഈ നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്ന് നമ്മളുടെ എക്സ് ക്യാപ്റ്റൻ പറഞ്ഞിരുന്ന ആളുകൾ വന്നുകൊണ്ടിരുന്നിരുന്നത്. അവരൊക്കെ ഇപ്പോൾ തിരിച്ചു പോയി. മമത മര്യാദയ്ക്ക് വന്ന് വോട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആരും ഇല്ല. അല്ല, അത് പറഞ്ഞു പശ്ചിമ ബംഗാൾ പോയപ്പോ അങ്ങ് നേരിട്ട് കണ്ടതാണല്ലോ ഈ പറയുന്ന ചോരക്കളിയും ഇവരുടെ അക്രമവും നിരന്തരമായിട്ടുള്ള ഈ ഭീതിജനകമായിട്ടുള്ള ഭീഷണിയും ഒക്കെ. അപ്പൊ ഇതിന് ഒരു അറുതി വരുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അത് അവർക്ക് സഹിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയൻ, ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ധാരാളം RSSൻ്റെയും BJPയുടെയും പ്രവർത്തകർ ഇവരുടെ CPMൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾ വളരെ ആരും തന്നെ ഇല്ലയെന്ന് തന്നെ നമുക്കറിയാം കൊല്ലപ്പെട്ടത്. പക്ഷേ ബംഗാളിൽ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് നേരെയും ഒരു കണ്ണിൽ ചോരയില്ലാത്ത താണ്ഡവങ്ങളാണ് അവർ നടത്തുന്നത്. നമ്മളുടെ കമ്മിറ്റി മീറ്റിംഗ് പറയുന്ന സ്ത്രീ 85 വയസ്സുള്ള സ്ത്രീയാണ് അടിച്ചു കൊന്നത്. അതെ, അത് അടിച്ചു കൊന്നെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല, എങ്കിൽ പോലും കൊന്നേ ഉള്ളൂ. പക്ഷെ മൃതപ്രായരായിട്ട് മാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ അവിടെയുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചോളം മാനത്തിനുള്ള ഒരു വില വലിയ വില തന്നെയാണ്. അങ്ങനെയാണ് ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിച്ച് വരുന്നത്. ഇപ്പോൾ ഒരാൾ റേപ്പ് ചെയ്താൽ നമുക്ക് വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്, നമ്മളതിൽ ഇതാവണ്ട. പക്ഷെ നമുക്കുണ്ടാവുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ്, പ്രത്യേകിച്ചും മറ്റുള്ള അവരുടെ മുമ്പിൽ നമ്മുടെ ശരീരം മാരകമാണ് ആ ഫീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാശ്മീരിലും അങ്ങനെ തന്നെയാണ്. സ്ത്രീകളുടെ കാര്യം പറഞ്ഞാണ് പുരുഷന്മാരെ അടിമകളാക്കിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ സ്ത്രീകളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാണ് പുരുഷന്മാരെ മുട്ടുകുത്തിച്ച് അവിടെ നിർത്തിയിരുന്നത് അല്ലേ. അതുപോലത്തെ അവസ്ഥ തന്നെയായിരുന്നു ബംഗാളിലും. പക്ഷേ അവിടെ നിന്നുള്ള കഥകൾ പുറം ലോകം അറിയാതിരുന്നത് അതൊരു ഇരുമ്പ് മറയ്ക്കുള്ളിലായിരുന്നു കൊല്ലങ്ങളായിട്ട്. ആദ്യം CPMൻ്റെ ഭരണം, അത് കഴിഞ്ഞ് മമതയുടെ ഭരണം, ഇനി ഇത് ലോകത്തിന് മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. എന്തുമാത്രം കഷ്ടപ്പാടിലാണ് ബംഗാളികളെന്ന് സ്വയം അഭിമാനത്തോടെ വിളിച്ചിരുന്ന ആളുകൾ അവിടെ ജീവിച്ചിരുന്നത്. അവർക്ക് പോകാൻ പറ്റില്ല. അവർ വളരെ പ്രൗഡായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എല്ലാ വിധത്തിലും സയൻസിലാവട്ടെ, എഴുത്തിലാവട്ടെ, സാഹിത്യത്തിലാവട്ടെ എല്ലാത്തിലും മുന്നിട്ട് നിന്നിരുന്ന ആൾക്കാരാണല്ലേ. ഫൈൻ ടെക്സ്റ്റൈൽസ്, ഈവൻ കഴിക്കുന്ന കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്തെ ആൾക്കാർ വളരെ പ്രൗഡായിരുന്നു. ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർ ഉള്ളിൽ നിശബ്ദമായി സഹിച്ചുകൊണ്ടിരുന്ന തേങ്ങലാണ് ഇനി പുറം ലോകം കേൾക്കാൻ പോകുന്ന. ആ തേങ്ങലുകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഇനി BJPക്ക് മാത്രമേ കഴിയുള്ളൂ. ഇപ്പോൾ നടന്നിരിക്കുന്ന 3ഉം 4ഉം കൊലപാതകങ്ങൾ എന്ന് പറയുന്നു. 2 നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഒരാൾ ആശുപത്രിയിലാണ്. ഇത് ആവട്ടെ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകം. അത് ഒഴിവാക്കണമെങ്കിൽ BJP ശക്തമായിട്ട്, അമിത്ഷാജിയും അവിടെ നിന്ന് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിട്ടേ വരികയുള്ളൂ. മമത പറയുന്ന പോലെ CBI അന്വേഷണം കൊണ്ടൊന്നും നടക്കില്ല. അവിടെ വരും നമ്മളുടെ ആളുകൾ, നമ്മുടെ പോലീസ് സേന അവിടെ വരും, സെൻട്രൽ പോലീസ് സേന അവിടെ വരും, CRPF അവിടെ വരും. അതോടുകൂടി എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ചുരുങ്ങി ഇരുന്നോളും. റോഡുകൾ ഓപ്പൺ ആവും, സമാധാനത്തോടും സന്തോഷത്തോടും പുറത്തേക്ക് ഇറങ്ങി നടക്കാനായിട്ട്.